എന്റെ മൂക്ക് കൊള്ളൂലാന്നും കണ്ണു കൊള്ളൂലാന്നും ചുണ്ടുകൾ കൊള്ളൂലാന്നും ഒക്കെ പല തെണ്ടികളും പറഞ്ഞിട്ടുണ്ട്. പക്ഷെ അതേപോലെ തന്നെ മറ്റു പലരും പറഞ്ഞിട്ടുണ്ട് വിടർന്ന സുന്ദരമായ കണ്ണുകളാണെന്നും മൂക്ക് നല്ല മൂക്കാണെന്നും ചുണ്ടുകൾ നല്ല ചുണ്ടുകളാണെന്നും. കാരണം എന്റെ മൂക്കും കണ്ണിനെ കുറിച്ചൊക്കെ എനിക്ക് നല്ല മടുപ്പുണ്ട്. നമുക്ക് തേങ്ങയ്ക്ക് ഇംഗ്ലീഷിൽ എന്ത് പറയാം? തേങ്ങയ്ക്ക് ഇംഗ്ലീഷിൽ എന്ത് പറയുന്നു? തേങ്ങയ്ക്ക് ഇംഗ്ലീഷിൽ എന്ത് പറയും? കോ കറക്റ്റാണ്, കറക്റ്റാണ്. കോ പറട്ടെ. ചേച്ചിയുടെ വീട് എവിടാ? ചേച്ചിയുടെ വീട് അങ്ങ് ദൂരെയാ. ദൂരെ എവിടെയാ? ദൂരെന്ന് പറഞ്ഞ അങ്ങ് കൊറേ പോണം. ചേച്ചി പ്ലെയിനിലാണോ പോകുന്നേ? ആ അതെ, പ്ലെയിനിലാ പോകുന്നേ. ചേച്ചി പൈസക്കാരിയാണോ? ആ പൈസക്കാരിയാ. ചേച്ചിയുടെ പപ്പയ്ക്ക് എന്താ ജോലി? ചേച്ചിയുടെ പപ്പയ്ക്ക് പ്ലെയിൻ കച്ചവടമാ. അപ്പൊ വീട്ടില് കൊറേ പ്ലെയിൻ ഉണ്ടോ? ആ കൊറേ പ്ലെയിൻ ഉണ്ടല്ലോ. ചേച്ചിയുടെ വീട് വലിയ വീടാണോ? ആ വലിയ വീടാ. 2 നിലയാണോ? 4 നിലയാ. എന്നാ വാവനെ ചേച്ചിയുടെ വീട്ടില് കൊണ്ടുപോവോ? കൊണ്ടുപോവാം കേട്ടോ. എന്നിട്ട് വാവയ്ക്ക് ഐസ്ക്രീം വാങ്ങി തരുവോ? ആ വാങ്ങിത്തരാം കേട്ടോ. ചേച്ചി നല്ല ചേച്ചിയാ. ആണോ? മണ്ട കൊച്ചു പിള്ളേരെ ഇങ്ങനെ പറ്റിക്കാൻ എന്തൊരു രസം. മമ്മി, ചേച്ചിയുടെ പപ്പയ്ക്ക് പ്ലെയിൻ ഉണ്ട്. അയ്യോ ആന്റി, ചേച്ചിയുടെ വീട് 4 നിലയാ. മണ്ട കൊച്ച മിണ്ടാതിരി. മലയാളിയാ? മലയാളം അറിയോ? അറിയാം. ഞാൻ വിചാരിച്ചു ഹിന്ദിനിക്ക് ചന്തി മാത്രം അറിയൂന്ന്. ചാന്ദിനിക്ക് ഹിന്ദി മാത്രം അറിയൂന്ന്. പോയി. സൈൻ തീറ്റ ബൈ കോസ് തീറ്റ ഈക്വൽ ടു ടാൻ തീറ്റ അല്ലേ? ഇനി ഞാൻ പേര് വിളിക്കുന്നവർ വന്ന് ബോർഡിൽ ഈ പ്രോബ്ലം സോൾവ് ചെയ്യണം കേട്ടല്ലോ. അയ്യോ ഇപ്പൊ ബെല്ലടിക്കണേ. എടാ നീ നിരീശ്വരവാദിയല്ലേ, പിന്നെ നീ എന്തിനാ പ്രാർത്ഥിക്കുന്നേ? ഈ സന്ദർഭത്തിൽ ആരായാലും പ്രാർത്ഥിച്ചു പോകൂടി. ബെല്ലടിച്ചേ. ദൈവമേ നന്ദി, ദൈവമേ നന്ദി, ദൈവമേ നന്ദി. ഷടാ. അച്ഛനെ എനിക്കൊരു സിഗരറ്റ് തരുമോ? അയ്യോ ഉണ്ണി, എന്താ ഇത്? അച്ഛനോടാണോ സിഗരറ്റ് ചോദിക്കുന്നേ? സോറി, എന്റെ അമ്മ എനിക്കൊരു സിഗരറ്റ് തരുമോ? മോനെ, അച്ഛനെ അമ്മയൊക്കെ ബഹുമാനിക്കണം. സിഗരറ്റ് ഒന്നും ചോദിക്കരുത്, അത് തെറ്റാ. തെറ്റാ? എന്ന ബീഡി മതി. സത്യം പറ, കൈമാറ്റം നടന്ന എപ്പോഴാ? എന്ത് കൈമാറ്റത്തിന്റെ കാര്യം നീ പറയുന്നേ? ഐ എന്ന് വെച്ചാൽ എന്തോന്നാ? ഞാൻ അല്ല, കണ്ണ്. ഓ ഈ വഴി കണ്ണ്. ഹിന്ദു പഠിച്ചു പോയി. പഠിച്ചു വരുന്നു. കരളിന് എന്താ ഇംഗ്ലീഷ്? ഓ കരൾ, ഈ ആടിന്റെ കോഴിയുടെ ഒക്കെ. ആട്ടിന് കോഴിക്ക് മാത്രമല്ല, മനുഷ്യന്റെ ഒരു കരളുണ്ട്. ആ കരളിന് എന്താ ഇംഗ്ലീഷ്? ലിവർ. LIVR ലിവർ. അപ്പൊ നിങ്ങൾ അയ്യും ലിവറും കൈമാറിയല്ലേ? വേറെ ജോലി വല്ലതും നോക്കുന്നുണ്ടോ? എവിടെ നോക്കാൻ? നോക്കുന്നുണ്ട്. ഞാൻ ഈ ബികോം ഫസ്റ്റ് ക്ലാസ് ആണല്ലോ. ഞാൻ എന്നും ടൈപ്പിന് പോകുന്ന വഴിക്ക് അഷ്റഫ് അവിടെ കണ്ട് നിൽക്കാറുണ്ടായിരുന്നു പോലും. ഞാനാണെങ്കിൽ വീട്ടിൽ നിന്ന് ഇറങ്ങിയാ പിന്നെ ഇടത്തോട്ടും വലത്തോട്ടും നോക്കുന്ന പ്രശ്നമേ ഇല്ല. വീട്, ടൈപ്പ് റൈറ്റിംഗ് ഇൻസ്റ്റിറ്റ്യൂട്ട്, ടൈപ്പ് റൈറ്റിംഗ് ഇൻസ്റ്റിറ്റ്യൂട്ട്, വീട്, അങ്ങനെ. ഒരു ദിവസം അഷ്റഫ് എന്നോട് ചോദിക്കുക, ഞാനൊരു ഞാൻ പറഞ്ഞില്ലല്ലോ എനിക്ക് ചായ വേണമെന്ന്. പിന്നെ അയാൾ വന്നപ്പോ വാങ്ങിച്ച് വിഴുങ്ങിയെന്തിന്? അയാൾ തന്നു, ഞാൻ കുടിച്ചു, അത്രേ ഉള്ളൂ. എന്നോട് വെറുതെ വഴക്കിടാൻ വരണ്ട. നിന്റെ ക്ലാസ് ടീച്ചർ പറഞ്ഞത് കേട്ടോ? നീ പഠിക്കാൻ നല്ല കഴിവുള്ള ഒരു കൊച്ചാ, ഒന്ന് മനസ്സിരുത്തി പഠിച്ചാൽ നിനക്ക് നല്ല മാർക്ക് വാങ്ങിക്കാൻ പറ്റുമെന്ന്. നിനക്ക് വീട്ടിൽ എന്തെങ്കിലും ഒരു കുറവ് ഞങ്ങൾ വരുത്തുന്നുണ്ടോ? സമയസമയത്തിന് ആഹാരം, ഡ്രസ്സ് വേണമെന്ന് പറയുന്ന ഉടനെ ഡ്രസ്സ്, ചോദിക്കുമ്പോ പൈസ, ഇതെല്ലാം ഞങ്ങൾ തരുന്നില്ലേ? അപ്പൊ നീ പഠിക്കാത്തതിന്റെ കുഴപ്പമല്ലേ? ഇത്രയും സൗകര്യങ്ങളൊന്നും ഇല്ലാത്ത എത്രയോ പിള്ളേർ നല്ലോണം പഠിച്ച് മാർക്ക് വാങ്ങിക്കുന്നുണ്ട്. ഞങ്ങളുടെയൊക്കെ കാലത്ത് ഇത്രയും സൗകര്യങ്ങളൊക്കെ ഞങ്ങൾക്ക് കിട്ടിയിരുന്നെങ്കിൽ ഞങ്ങളിപ്പോ എവിടെ എത്തിപ്പോയനെ? ടീച്ചർ ക്ലാസ് എടുക്കുന്ന സമയത്ത് കൂട്ടുകാരുടെ കൂടെ കൂടിയിരുന്ന് വർത്താനം പറയുകയും ചിരിക്കുകയൊക്കെ ചെയ്താൽ അവരൊരു വഴി കൂടെ പാസ്സായി പോകും. നീ മാത്രം തോറ്റിങ്ങനെ ഇരിക്കും. അതുകൊണ്ട് ഇനിയെങ്കിലും നീ പഠിക്കാൻ നോക്ക്. നിന്റെ നല്ലതിന് വേണ്ടിയാ ഞാൻ പറയുന്നത്. എന്നോട് ദേഷ്യം തോന്നിയിട്ടൊന്നും ഒരു കാര്യമില്ല. ഇനി മൊബൈൽ കളിയൊക്കെ കുറച്ച്, TV ഒക്കെ കാണുന്ന കുറച്ച്, പഠിത്തത്തിൽ മാത്രം ശ്രദ്ധിക്ക്. ഞാൻ പറയുന്നത് കേൾക്കുന്നുണ്ടോ നീ? കേൾക്കുന്നുണ്ട് അമ്മേ. കേട്ടാ മാത്രം പോരാ, അനുസരിക്കണം. അനുസരിക്കാം അമ്മേ. കഴിഞ്ഞ PTA മീറ്റിംഗ് കഴിഞ്ഞപ്പോഴും ഞാൻ ഇതേപോലെ ഉപദേശിച്ചതാ. എന്നിട്ട് എന്ത് കാര്യം? രാവിലെ എഴുന്നേറ്റാലുടൻ എനിക്കൊരു ബെഡ് കോഫി ആയിരുന്നെന്ന് നിനക്ക് അറിഞ്ഞുകൂടെ? അറിഞ്ഞൂടല്ലോ. ഇന്ത്യൻ ഭരണഘടനയിൽ അങ്ങനെ പറഞ്ഞിട്ടുണ്ടോ? ഇന്ത്യയിൽ നിന്ന് പുറപ്പെടുന്നതിന് മുൻപ് നമ്മൾ തമ്മിൽ ഒരു ഭരണഘടന ഉണ്ടാക്കിയിരുന്നു. അത് അപ്പോഴത്തെ എന്റെ ഗതികേട് കൊണ്ട് ഉണ്ടായിപ്പോയൊരു ഭരണഘടനയാണ്. ചായയോ കാപ്പിയോ ബിരിയാണി എന്താണ് വേണ്ടത് വെച്ചാൽ തന്നെ ഉണ്ടാക്കി കഴിച്ചോളണം. നീ എന്നെ ചതിക്കുകയായിരുന്നു.